വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കാര്യം കൂടി പറയാനായിട്ടാണ്. നമ്മുടെ ചാനലിൻ്റെ നെയിം റീമാസ് കിച്ചണിൽ നിന്ന് നമ്മൾ റീമാസ് ടേസ്റ്റ്മേഡിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ചാനൽ ബിഗിൻ ചെയ്തപ്പോൾ നമ്മൾ റീമാസ് ടേസ്റ്റ്മേഡ് എന്നായിരുന്നു തുടങ്ങിയത്. പക്ഷേ നമുക്കൊരു നല്ലൊരു ഇതിനു വേണ്ടി നമ്മൾ ആ പേര് മാറ്റിയായിരുന്നു. ബട്ട് ഇപ്പം നമ്മുടെ റീമാസ് കിച്ചൻ്റെ സെയിം നെയിമിൽ ഒരുപാട് പുതിയ ചാനൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വന്തമായ ചാനലിൻ്റെ ആ ഒരു യുണീക്നെസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും റീമാസ് ടേസ്റ്റ്മേഡ് തന്നെ ആക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പേര് ഓർത്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ റീമാസ് ടേസ്റ്റ്മേഡിൻ്റെ പുതിയ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഫിഷ് ഫ്രൈ, വളരെ വ്യത്യസ്തമായ രുചിയിൽ ഒരു ഫിഷ് ഫ്രൈ ആണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും പ്രായക്കാർക്കൊക്കെ കൊടുക്കാനും എരി ഒരുപാട് പ്രിഫർ ചെയ്യാത്തവർക്ക് നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയ കാര്യം നിങ്ങളെല്ലാവരിലും അങ്ങനെ അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ പുതിയ പേരുള്ള റീമാസ് ടേസ്റ്റ്മേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ഇതിൽ നീളത്തിൽ മുറിച്ച ഒരു 5 പീസ് ആവോലിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വയ്ക്കണം. അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് പെപ്പർ പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മുട്ടയുടെ വെള്ള വേണം. ഇത്രയും കൂടെ മിക്സ് ചെയ്ത് മീൻ നമ്മളൊരു അരമണിക്കൂർ പുരട്ടി വെച്ചിട്ട് നമുക്കിത് മൈദയിലും റവയിലും മുക്കി വറക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്കിനി ഇത് പുരട്ടി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു എഗ് വൈറ്റ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒഴിക്കുക. നമുക്ക് നമ്മുടെ ഫിഷിന് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇനി ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഓരോ ഫിഷും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കണം. അപ്പോഴേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും എരി അതുപോലെ മുട്ട കുരുമുളകും ഒക്കെ ഇത് പിടിക്കത്തുള്ളൂ. അപ്പം ഈ മീനിനെ നമുക്കൊരു അരമണിക്കൂറത്തോളം ഒന്ന് നന്നായിട്ട് അടച്ച് നല്ലതായിട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞു. നന്നായിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് തിരിച്ച് മറിച്ച് നോക്കി ഒന്ന് വെച്ചായിരുന്നു ആ മുട്ടയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നമ്മൾ ബാലൻസ് ഇടുന്ന മുട്ടയൊക്കെ ഇതിനകത്തൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ഫിഷ് കോട്ട് ചെയ്യാനായിട്ട് ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നോർമൽ നമ്മൾ മൈദ പേസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മീൻ മുക്കി വറക്കാൻ തക്ക ലൂസിന് മൈദ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുക്കി വറുക്കാനുള്ള മൈദ മാവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് വറുത്ത റവ ഏതായാലും കുഴപ്പമില്ല, റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റവ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്. ബ്രെഡ് ക്രംസ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ഇതിന് ഇച്ചിരൂടെ നല്ലത് റവയാണ്. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഇച്ചിരി എണ്ണ വേണം, നല്ല മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ആവാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ മീനും ഇതുപോലെ ഒന്നുകൂടെ തിരിച്ച് മറിച്ച് എടുത്തിട്ട് ഈ മൈദ മാവിനകത്തോട്ട് മുക്കുക. നന്നായിട്ട് അങ്ങ് മുക്കിക്കണം. ഇത് നമ്മൾ റവയിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇത് എണ്ണയിലോട്ട് ഇടുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. നൈസ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാറ്റുക. ഇത് ഒരുപാട് എരി ഇഷ്ടമില്ലാത്തവർക്ക് അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് കൊടുക്കാൻ നല്ലതാണ്. ഒരുപാട് എരി ഒന്നും കൂട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ വറുത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള
ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ്. കാരണം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ 1/4 മണിക്കൂർ 1 മണിക്കൂറോളം ഒക്കെ നന്നായിട്ട് വരട്ടി വെക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും. കുട്ടികൾക്കും പിന്നെ പ്രായമായവർക്കും ഒക്കെ ഒരുപാട് എരി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഫിഷ് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ ചൂടി ഇൻട്രസ്റ്റ് ഒക്കെ കാണും. അത് നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് പറയുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ ഒരു വലിയ ഹായ്. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.